ചലച്ചിത്ര സംവിധായകനായി കർമ്മജീവിതം ആരംഭിച്ച് പിന്നീട് സിനിമകൾക്കു വേണ്ട ഭക്ഷണ സാമഗ്രികൾ ഒരുക്കുന്ന ജോലിയിലേക്ക് തിരിഞ്ഞ ഒരാൾ തമിഴ് സിനിമയിലുണ്ട്. ഒരു കാലത്ത് പയനങ്ങൾ മുടിവതില്ലേ, അമ്മൻ കോവിൽ കിഴക്കാലെ തുടങ്ങിയ സിനിമകളിലൂടെ മോഹൻ, വിജയകാന്ത് തുടങ്ങിയ നടന്മാരെ സൂപ്പർ താരങ്ങൾ ആക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സുന്ദർ രാജൻ. മലയാളത്തിലും ഇത്തരമൊരു ഉദാഹരണമുണ്ട്. ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായി സിനിമയിൽ സജീവമായതിനു ശേഷം പാചക സംഘാടകനായി മാറിയ ജാഫർ കാഞ്ഞിരപ്പള്ളി. ഇന്ന് ഫെഫ്ക മെസ് വർക്കേഴ്സ് യൂണിയന്റെ സെക്രട്ടറിയും ഫെഫ്കയുടെ തന്നെ വൈസ് പ്രസിഡന്റുമാണ് ജാഫർ. ഒരു നല്ല ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പല ഘട്ടമായി പരാജയപ്പെട്ടു. ആ സ്ഥിതിക്കാണ് സിനിമ മെസ്സിലേക്ക് ഒരു തുടരണമെന്നൊരാഗ്രഹം മുന്നിൽ വന്നത്. എൻ്റെ പഴയ സുഹൃത്തുക്കളും പലരുമായിട്ട് ഇതിനെപ്പറ്റി ആശയവിനിമയം ഞാൻ നടത്തി. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരു നല്ലൊരു പ്രതികരണം കിട്ടിയതിൻ്റെ പേരിലാണ് ഈ മെസ് വർക്കേഴ്സ് യൂണിയനിലേക്കും അതിൻ്റെ സംഘടനയിലേക്കും വരാൻ ഇടയായത്. ഫിഫ്ക എന്ന സംഘടന ഉണ്ടായപ്പോൾ ഞാൻ ആ സംഘടനയിലേക്ക് പോവുകയും ആ സംഘടനയിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിലിരിക്കുമ്പോൾ എനിക്കൊരു ആശയം വന്നതിൻ്റെ പേരിലാണ് ഞാൻ അന്ന് ഈ മാക്ടായിലെ മെസ് വർക്കേഴ്സ് യൂണിയൻ എന്ന സംഘടന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫിഫ്കായിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ സിബി സാറിനോടും ഉണ്ണികൃഷ്ണൻ സാറിനോടും അതിന് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരോടും പറഞ്ഞു, സാറേ ഇങ്ങനെ മെസ് വർക്കേഴ്സ് യൂണിയൻ ഒരു സംഘടനയില്ല, 300 തൊഴിലാളികളുണ്ട്, അവർക്ക് സംഘടന ഉണ്ടാകണം. അവർ രാവിലെ 2 മണി മുതൽ രാത്രി 6 മണി വരെ ജോലി ചെയ്യുന്നവർക്ക് സംഘടന നിലവിൽ വരണം. അപ്പോൾ അതിൽ സംഘടന ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആവശ്യം അവർ സാധിച്ചു തരികയും ഫിഫ്ക എന്ന പ്രസ്ഥാനത്തിന് 16ാമതൊരു യൂണിയൻ മെസ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന രൂപപ്പെടുകയും ചെയ്തു. മെസ് വർക്കേഴ്സ് യൂണിയനിൽ 200ഓളം അംഗങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. മറ്റേത് യൂണിയനും പ്രവർത്തിക്കുന്നത് പോലെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന യൂണിയനാണ് മെസ് വർക്കേഴ്സ് യൂണിയൻ. ടിഫൻ കഴിക്കാൻ വരണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചതാ. അതുകൊണ്ട് ടിഫൻ കഴിക്കാത്ത സിനിമ തുറന്നു ടിഫൻ വരണം. കേരളത്തിലെ സിനിമ മെസ് പാർട്ടികൾ സജീവമാകുന്നതിന് മുൻപ് അധികവും തമിഴ്നാട്ടിലെ പാചക വിദഗ്ധരായിരുന്നു മലയാള സിനിമയ്ക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തിരുന്നത്. മറ്റൊരു രീതി, ചലച്ചിത്ര നിർമ്മാതാവ് തന്നെ പാചക സാമഗ്രികൾ വാങ്ങിക്കൊടുത്ത് കല്യാണ സദ്യകളും മറ്റും ഒരുക്കുന്ന വിദഗ്ധരെ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുക എന്നതായിരുന്നു. 80കൾക്ക് ശേഷമാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി മെസ് പാർട്ടികൾ സംഘടിതമായി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ പറഞ്ഞാൽ ഒരു കല്യാണ പരിപാടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചിത്രാഞ്ജലിയിൽ നമ്മുടെ ഒരു അമ്മാവ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു, ആൻ്റണി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് മദ്രാസിൽ നിന്നാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പം മദ്രാസ് ടച്ചായപ്പോൾ ഇവിടുത്തെ പല മലയാളികൾക്കും അതുകൊണ്ടൊരു സുഖം തോന്നുന്നില്ല. അപ്പോഴാണ് സുരേഷ് സാർ ഒരു പടം എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പടം കൂലി എന്ന് പറഞ്ഞാൽ അശോക് കുമാർ സാറിൻ്റെ ഒരു പടം എടുത്തു. അപ്പോൾ അതിലേക്ക് വേണ്ടി ചോദിച്ച്, ആന്റണി ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് കല്യാണ പരിപാടിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു കല്യാണ പാർട്ടി വേണം, നമുക്കിതുപോലെ സിനിമയുടെ ഫുഡ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആന്റണി എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അന്ന് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളി ഇതുപോലെ ഒന്ന് പറഞ്ഞപ്പോഴാണ് ബാബു ചേട്ടൻ ഇതിന് റെഡിയായി, ബാബുട്ടൻ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ കേരളത്തിൽ ഫസ്റ്റിലായിട്ട് അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് ഒരു മെസ്സ് തുടങ്ങുന്നത്. അത് കൂലി കഴിഞ്ഞുടനെ നമ്മുടെ ട്രിവാൻഡ്രം ടച്ചിൽ നല്ലൊരു ഫുഡുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഉടൻ തന്നെ അടുത്ത പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി എന്ന് പറഞ്ഞ് സുരേഷ് സാറിൻ്റെ പടത്തിന് വിളിച്ചായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഞാനും കൂടെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ സിനിമാക്കാരെല്ലാം എല്ലാവരും കാണാൻ പറ്റും, നല്ല സ്ഥലങ്ങളിൽ പോകാൻ, ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ വന്നപ്പോഴാണ് നേരെ അതിലേക്ക് വേണ്ടി നേരെ അങ്ങോട്ട് തിരിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ബാബുവിൻ്റെ അവിടെ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി ഫസ്റ്റ് പടം പ്രിയ സാറിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഗാന്ധിമതി, പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ പത്മനാഭ സാറിൻ്റെ സ്ഥിരം പടങ്ങളായിരുന്നു. പത്മനാഭ സാറ് അപ്പോൾ ഒരു പടം ചെയ്തപ്പോൾ തന്നെ സാറ് പറഞ്ഞ് ഇനി മെസ്സ് നമ്മുടെ കണ്ടിന്യൂ ആയിട്ട് ഈ ടീമിനെ തന്നെ വെച്ചാൽ മതി. അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു, സാധനങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വണ്ടികളുടെ ബുദ്ധിമുട്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് അന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറയാൻ ഫോൺ സൗകര്യവും ഗ്യാസിൻ്റെ സൗകര്യങ്ങളും എവിടെ പോയാലും കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ 4-5 സിനിമകൾക്ക് കൂടിയിട്ട് എത്ര സ്റ്റാഫ് വേണ്ടി വരും? എല്ലാം കൂടെ കൂടി ഒരു 40 സ്റ്റാഫ്. 40 സ്റ്റാഫൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നു. പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പം സിനിമയിലെന്ന് പറയുമ്പം
ഫുഡിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതെ അതെ. ഈ എപ്പോഴെങ്കിലും കറക്റ്റ് ടൈമിന് കൊടുക്കാൻ പറ്റാതിരിക്കുക, അതിന്റെ പേരിൽ എന്തെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് എന്തെങ്കിലും ചിലപ്പോൾ ലൊക്കേഷൻ ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്താണ് പോകുന്നെങ്കിൽ ചിലപ്പോൾ ടിഫിൻ്റെ എന്തെങ്കിലും ലേറ്റാകെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു. പിന്നെ മലയാളം അല്ലാതെ വേറെ ഭാഷകളിൽ ഹിന്ദി പടം തമിഴ് പടമൊക്കെ വെച്ച് ചെയ്തു. അപ്പൊ ഈ അപ്പൊ സെറ്റപ്പ് മാറും സാർ. അപ്പൊ ഹിന്ദി പടത്തിന് വരുമ്പോൾ അതിൻ്റെതായ കുറച്ച് ആൾക്കാരെയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യും. ഇപ്പൊ പ്രിയ സാറിന്റെ ഹിന്ദി പടം വരുമ്പോൾ പോറുണ്ട്. പിന്നെ വേലായുധ സിനിമയൊക്കെ ഇവിടെ വന്ന സമയത്ത് കേരളത്തിൽ ഷൂട്ട് ചെയ്യുന്ന മറ്റു ഭാഷാ സിനിമകളുടെ. അപ്പൊ അവർക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കണമായിരിക്കും. അരിയൊക്കെ മാറും. അവിടെ നിന്ന് അപ്പം ഞങ്ങള് കുറച്ച് തമിഴ് ആൾക്കാരെങ്കിലും ഒക്കെ പരിചയമുള്ള ആൾക്കാരെ കൊണ്ടുവരും. എന്താണ് തമിഴ് സിനിമാക്കാരുടെ ഭക്ഷണത്തിലുള്ള വ്യത്യാസം? അഡീഷണൽ ആയിട്ട് എന്താ ഉണ്ടാവുക? അവർക്ക് സാർ മെയിൻ വൈറ്റ് റൈസ് ആണ്. വൈറ്റ് റൈസ് ആണ്. പിന്നെ രാത്രി നമ്മുടെ ആൾക്കാർ കഞ്ഞി കഴിക്കും, പക്ഷെ അവർക്ക് ഇഡ്ഡലി. രാത്രി ഇഡ്ഡലി വേണം. ഇഡ്ഡലി, ദോശ, ഊത്തപ്പം, ഐറ്റംസ്. പൊങ്കലൊക്കെ വേണ്ടി. പൊങ്കലൊക്കെ വേണം രാവിലെ. പൊങ്കലൊക്കെ പിന്നെ മസാല ദോശ, തൈര് സാദം. മറ്റേ ഹിന്ദിക്കാർക്ക് പിന്നെ അവരെ ഐറ്റംസ്, അവർക്ക് ഈ തേങ്ങയുടെ ഇത് പാടില്ല, തേങ്ങ എണ്ണ പാടില്ല. അപ്പൊ അതിന് അവർക്ക് എന്താ എണ്ണ ഉപയോഗിക്കുക? അവർക്ക് അധികം ഈ ഗോൾഡ് വിന്നർ മാതിരിയുള്ള ഓയിലാണ്. പിന്നെ നമ്മുടെ സാമ്പാർ, ഇറച്ചി അതൊക്കെ വളരെ ഇഷ്ടം. മീൻകറി, മീൻ പൊരിച്ചത് അതൊക്കെ അല്ല. ഇപ്പൊ എത്ര സിനിമ സ്വതന്ത്രമായിട്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു 100 ഉണ്ടാവും. 100, 500 അല്ല സാർ, അതിൽ കൂടുതലായിട്ട്. ശരിക്കും നാട് എവിടെയാ? തിരുവനന്തപുരം. വീട്ടില് ഫാമിലി ഉണ്ട്. ഒരു ഭാര്യ ഒന്നേ ഉള്ളൂ. സമാധാനം. 2 കുട്ടികൾ. ഫെഫ്കയില് എന്തെങ്കിലും? ഫെഫ്കയില് ഞങ്ങളുണ്ട്. ഉണ്ട് അല്ലേ? യൂണിയനുള്ള. ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? മെസ് വർക്കേഴ്സ്. അപ്പൊ ഈ ഫെഫ്കയില് വന്നതുകൊണ്ട് എന്താണ് ഒരു ഗുണം? മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷുറൻസ് കാര്യങ്ങള്. പിന്നെ നമ്മൾ യൂണിയനിൽപ്പെട്ട ആളാണല്ലോ. പിന്നെ പിന്നെ മദ്രാസ് യൂണിയനിലുണ്ടായിരുന്നു. പൈസ പ്രൊഡ്യൂസേഴ്സിന്റെ കിട്ടാനൊക്കെ ഈ യൂണിയൻ ഉപയോഗമുണ്ടോ? ഇല്ല സാർ, ഞങ്ങൾക്ക് മെസ്സിന്റെ എല്ലാ കമ്പനി പൈസ തരുന്നുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ കടന്നേക്കാറില്ല. പടം കഴിയുമ്പോൾ തന്നെ പൈസ തരാറുണ്ട്. ഈ സംഘടനയ്ക്ക് ഇപ്പോൾ 200-ൽ പരം മെമ്പർമാരുണ്ട്. 175 പുരുഷ മെമ്പർമാരും 25-ലധികം സ്ത്രീ മെമ്പർമാരുമാണ് ഈ സംഘടനയിലുള്ളത്. 3 മെമ്പർമാർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ പെൻഷൻ ഇപ്പം നമ്മളിപ്പം സംഘടനയിൽ നിന്ന് നമ്മളിപ്പോൾ 1000 രൂപ വെച്ച് ഒരു മെമ്പർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഇപ്പോൾ ഒരു മെമ്പർ മരിച്ചപ്പോൾ നമുക്ക് ആ മെമ്പറുടെ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് അടിയന്തര സാമ്പത്തിക സഹായം എത്തിക്കാൻ സാധിച്ചു. പിന്നെ മെമ്പർമാരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഊർജ്ജമായി പ്രവർത്തിക്കുക.